ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ആർക്കിൻ്റെ എപ്പിസോഡ് 35 ആണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ട് പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീനിൽ തന്നെ ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. അവിടെ ടാഞ്ചറോനെ പോലെ ഒരാളുണ്ട്. ടാഞ്ചറോനെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ട്. അയാൾ അങ്ങോട്ട് നോക്കുകയാണ്. ഇത് എവിടെയാണ് സ്ഥലം? ഇതെൻ്റെ വീടാണോ? ഞാനിവിടെ എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ടാഞ്ചറോ അവിടെ നിൽക്കുന്നുണ്ട്. ടാഞ്ചറോനെ പോലെയുള്ള ആൾ. അപ്പം തന്നെ ഒരു ചെറിയ കുട്ടി വന്ന് ആ ടാഞ്ചറോനെ പോലെയുള്ള ആളെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ അച്ഛനെ ഒന്ന് ടാഞ്ചറോ വരെ അതിശിച്ച് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കുട്ടി കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ബ്രീത്തിങ് യൂസർ ആയിട്ടുള്ള യുറേച്ചിനെ ആയിരുന്നു. ഇത് കണ്ടത് ടാഞ്ചറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവരാണ് ഫസ്റ്റ് ബ്രീത്തിങ് യൂസർ എന്ന്. അടുത്ത സീനിൽ നമ്മുടെ മൊറാട്ടേനാണ് കാണിക്കുന്നത്. മൊറാട്ട ടാഞ്ചറോനെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് ജീവൻ വരുത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്നാണ് നമ്മുടെ മൊറാട്ടേനെ ഒരു ഡീമൺ സ്ലെയർ വിളിക്കുന്നത്. അവൻ പറയുന്നുണ്ട് മൊറാട്ടേനോട്, നീ പെട്ടെന്ന് വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ജുഷീറോനെ രക്ഷിക്കണം, അവന് നമ്മളെ ടാഞ്ചറോനെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ യുറേച്ചിനെ ടാഞ്ചറോനെയാണ് കാണിക്കുന്നത്. യുറേച്ചി പറയുന്നുണ്ട്, കുറേ കാലമായി എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആരോടെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം തന്നെ ടാഞ്ചറോ മനസ്സിലാക്കുന്നുണ്ട്, ആ 13ാമത്തെ ഫോമിനെ കുറിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം. കുറേ ആയില്ല നീ ഇവിടെ വന്നിട്ട്, എനിക്ക് ഇപ്പോഴും നല്ല സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ ടാഞ്ചറോ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്താ ഈ പറഞ്ഞതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ടാഞ്ചറോ ചിന്തിക്കുന്നതല്ല, ടാഞ്ചറോ പറയുന്നത്. ടാഞ്ചറോന്റെ തന്നെ ഒരു ആൻസിസ്റ്ററിന്റെ ബോഡിയിൽ നിന്നാണ് ടാഞ്ചറോ അതൊക്കെ കേൾക്കുന്നത്. അതാണ് ടാഞ്ചറോയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. നീ സന്തോഷമായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിട്ടുണ്ട്. ഈ സന്തോഷമായ മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകും. ഈ ലോകം എത്ര മനോഹരമാണില്ലേ. എൻ്റെ അമ്മ എപ്പോഴും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴും അവർ അത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ അമ്മ എന്നോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കി തന്നത്. അത് പോരാഞ്ഞിട്ട് എൻ്റെ ബ്രദർ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നോടുള്ള സ്നേഹം മറക്കാൻ പറഞ്ഞിട്ടും അവൻ മറന്നില്ല. അവരെനിക്ക് അടി കൊണ്ടിട്ടു ഫ്ലൂട്ട് വരെ ഉണ്ടാക്കി തന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്കവിടെ നിൽക്കാൻ യോഗ്യതയില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ കള്ളം പറഞ്ഞ് അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോയി. ഈ മനോഹരമായ ആകാശം ഇവിടെ നിൽക്കുന്നു, അവിടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് അവൻ പോയത്. ഒരു രാത്രിയും ഒരു പകൽ ഫുള്ളും ഞാൻ ഓടി. എന്നിട്ടും എൻ്റെ കാലുകൾ തളർന്നില്ല. കുറച്ചു ദൂരം ഓടിയപ്പോൾ ഒരു കൊട്ടയം പിടിച്ച് ഒരു പെണ്ണ് പാടത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. യുറേച്ചി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. എൻ്റെ ബന്ധുക്കളൊക്കെ ഒരു ഡിസീസ് വന്ന് മരിച്ചു, ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഇവിടുന്ന് കുറച്ച് വാൽമാക്രികളെ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ പിന്നെ അവൾ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് വൈകുന്നേരമായി. അവൾ അപ്പം തന്നെ ആ വാൽമാക്രികളെ അവൾ തുറന്നു വിടുകയാണ്. ഇത് കണ്ട നമ്മുടെ യുറേച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവരെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതെന്ന്. വേണ്ട, അവർക്കും സൗഹൃദങ്ങളുണ്ട്. യുറേച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന്. ഇത് കേട്ടതും ആ പെൺകുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ യുറേച്ചിൻ്റെ കൂടെ ആ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് യൂട്ടോ. കാണുന്ന പോലെയല്ലായിരുന്നു യൂട്ടോ, ഒരുപാട് സംസാരിക്കുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന പോലെയല്ല അവൾ ഈ ലോകത്തെ നോക്കി കാണുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അങ്ങനെ അവൾ പ്രഗ്നൻ്റായി. അവളുടെ പ്രസവം എടുക്കാൻ വേണ്ടി ഞാൻ ഒരാളെ തപ്പി ഇറങ്ങി. അങ്ങനെ ഞാൻ പോകും വഴിക്ക് ഒരു അപ്പൂപ്പനെ കണ്ടു. ആ അപ്പൂപ്പനെ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടുപിടിക്കാൻ 3 മലകളായിരുന്നു താണ്ടേണ്ടി വന്നത്. അങ്ങനെ അദ്ദേഹം ആ മകനെ കണ്ടുപിടിക്കുകയാണ്. ഉടനെ തന്നെ യുറേച്ചി തിരക്കിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ ഭാര്യ, അവൻ്റെ ജനിക്കാറുള്ള കുഞ്ഞും മരിച്ചു പോയിരുന്നു. 10 ദിവസം നമ്മുടെ യുറേച്ചി അദ്ദേഹത്തിൻ്റെ ഭാര്യനെ കൊച്ചിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു ഡീമൺ സ്ലെയർ അങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് നമ്മൾ കർമ്മം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കർമ്മം ചെയ്യുന്നുണ്ട്. യുറേച്ചി പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു, എൻ്റെ ഈ ഫാമിലിയുടെ കൂടെ ഒന്ന് ജീവിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഈ ഡീമൺസ് ഉള്ളിടത്തോളം കാലം എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മുടെ യുറേച്ചി ഒരു ഡീമൺ സ്ലെയർ ആയിട്ട് മാറുന്നത്. പക്ഷേ ആർക്കും ഈ ഫോംസ് ഒന്നും യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യുറേച്ചി കഴിയുന്നത്ര എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഡീമൺസിനെയൊക്കെ പെട്ടെന്ന് കൊല്ലാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ഡീമൺസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരുത്തൻ്റെ മുന്നിലെത്തി. അവനെ കണ്ടതും എനിക്ക് മനസ്സിലായി, ഇവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. യുറേച്ചിൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഇവൻ ശരിക്കും ഒരു അഗ്നിപർവ്വതമാണ്. ഇവൻ്റെ മുന്നിൽ പെടുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കാനുള്ള ശക്തി ഇവനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ യുറേച്ചിനെ കണ്ടതും മൂസാൻ പറയുന്നുണ്ട്, ഡീമൻസിനെ കൊല്ലാൻ ബ്രീത്തിങ് ടെക്നിക്കുള്ള ഒരുത്തൻ പോലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ യുറേച്ചിനെ അവനെ ടെൻഡക്കിൾസ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ യുറേച്ചി അടുത്ത് മാറുന്നുണ്ട്. എനിക്ക് ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി, അവന് 8 ഹൃദയവും 5 ബ്രെയിനും ഉണ്ട്. അപ്പോൾ തന്നെ യുറേച്ചി ഇത് കണ്ടുകൊണ്ട് തന്നെ യുറേച്ചി അവിടെ നിന്ന് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു സൺ ബ്രീത്തിങ്ങിൻ്റെ ഫസ്റ്റ് ഫോം. ആ ഫോമിൽ മൂസാൻ്റെ കൈ വരെ മുറിഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു അറ്റാക്ക് കിട്ടിയത് നമ്മുടെ മൂസാൻ്റെ ബോഡി റീജനറേറ്റ് പോലും ആകുന്നില്ല. അതവൻ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അവൻ്റെ കൈ യൂസ് ചെയ്തിട്ട് അവൻ്റെ തല അവൻ പിടിക്കുന്നുണ്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ യുറേച്ചി മൂസാനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ജീവിതത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പക്ഷേ അവൻ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ്റെ കൂടെയുള്ള ആ ഡീമൺ ഗേളിനെ ഞാൻ നോക്കി. അവൾ മൂസാന്റെ തല അവിടെ നിന്ന് നിലത്ത് വീഴുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ കണ്ണിൽ ഞാൻ പ്രതീക്ഷ കണ്ടു. അങ്ങനെ നമ്മുടെ യുറേച്ചി മൂസാനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ 1800 പീസുകളായിട്ട് ചെതറി പോകുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മുടെ യുറേച്ചി മുറിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ വളരെ ചെറുതായിരുന്നു. അത് ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ സൈസ് വരെ എത്തും. അപ്പോൾ തന്നെ ആ ഡീമൺ പെണ്ണ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നീ എന്താ ചെയ്തത്? നിന്റെ അടുത്ത് വരെ അവൻ എത്തിയതല്ലേ, അവന് നിനക്ക് പെട്ടെന്ന് തന്നെ കൊല്ലാൻ പറ്റുന്നതായിരുന്നില്ലേ, നീ എന്താണ് ചെയ്തത്? അവൻ്റെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞു. അവൾ വിചാരിച്ചത് അവളിപ്പോൾ ചത്തുപോകും എന്നായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ചെയ്തില്ല. അവൾ എന്നോട് പറഞ്ഞു,
നീ ഉള്ളിടത്തോളം കാലം അവൻ ഇനി പുറത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവൾ മൂസാനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു, മൂസാന മരിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഡീമൺ സ്ലേയേഴ്സിനെ നീ ഹെൽപ്പ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഒരുപാട് ഡീമൺ സ്ലേയേഴ്സ് വന്നിട്ട് കൊക്കുഷിബ ഡീമനായ കാര്യം യുറേച്ചിനെ അറിയിക്കുന്നുണ്ട്. കൊക്കുഷിബ ഡീമൻ ആയതുകൊണ്ട് തന്നെയും പിന്നെ മൂസാനെ കൊല്ലാത്തത് കൊണ്ട് തന്നെ യുറേച്ചിനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട്. പലരും നിനക്ക് പോയി ചത്തുകൂടെ എന്ന് വരെ യുറേച്ചിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ടാഞ്ചുറോ പറയുന്നുണ്ട്, യുറേച്ചി ഇതൊന്നും നിന്റെ കുഴപ്പമല്ലെന്ന് അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പം തന്നെ യുറേച്ചി പറയുന്നുണ്ട്, എനിക്ക് അവനെ അന്ന് തന്നെ കൊല്ലാൻ പറ്റണമായിരുന്നു, പിന്നെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കാരണം ഒരുപാട് പേരുടെ ജീവിതം ഇല്ലാതായി. അതിനൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ടാഞ്ചുറോയ്ക്ക് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ യുറേച്ചിനെ സമാധാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ എന്താ വരുന്നതെന്ന് അവന് പോലും പറയാൻ പറ്റുന്നില്ല. യുറേച്ചി പറയുന്നുണ്ട്, അവനെ കൊല്ലാത്തത് എന്നും എനിക്ക് ഒരു വേദനയെ തുടരുന്നെന്ന് പറയുന്നുണ്ട്. ടാഞ്ചുറോയ്ക്ക് യുറേച്ചിനോട് സാരമില്ല യുറേച്ചി എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അത് അവൻ്റെ വായിൽ കൂടെ വരുന്നില്ല. അങ്ങനെ കുറേ നേരം അവർ സംസാരിക്കാതെ അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ചെറിയ കുട്ടിയില്ലേ നമ്മുടെ ടാഞ്ചുറോൻ്റെ മോളായിട്ടുള്ള ആ കുട്ടി നേരെ വന്ന് യുറേച്ചിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ടാഞ്ചുറോ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് എന്നെക്കാളും പൊക്കമില്ലേ, നീ ഇവളെ എടുത്ത് ഉയരത്തിലേക്ക് പൊക്ക്, അത് അവൾക്ക് ഒരുപാട് സന്തോഷമാകും. ഇത് കേട്ടത് ആ കൊച്ചു യുറേച്ചിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ടാഞ്ചുറോ പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ യുറേച്ചി ആ കൊച്ചിനെ പിടിച്ച് ഉയർത്തുന്നുണ്ട്. അത് കണ്ടത് അതിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അത് അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ഒരുപാട് ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടത് നമ്മുടെ യുറേച്ചി നോക്കി നിൽക്കുന്നുണ്ട്. യുറേച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കി നിന്നുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് നമ്മുടെ ടാഞ്ചുറോൻ്റെ ഈ ആൻസിസ്റ്ററിൻ്റെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. അവർ വരുന്നതും കാണുന്നത് യുറേച്ചി ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. യുറേച്ചി കരയുന്നതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ യുറേച്ചിൻ്റെ തലയിൽ നിന്ന് തടവുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് യുറേച്ചിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, യുറേച്ചി നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ ഒരുപാട് ഭക്ഷണം തരാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം തന്നെ ഇതൊക്കെ നമ്മുടെ ടാഞ്ചുറോ നോക്കുന്നുണ്ട്. ടാഞ്ചുറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കറിയാം ഞാൻ യുദ്ധത്തിൻ്റെ ഒരു നടുവിലാണെന്ന്. പക്ഷേ യുറേച്ചിൻ്റെ ഹൃദയമാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിന്നതാണ്. ആ ഹൃദയം ഒരു മിനിറ്റ് ഒന്ന് മിടിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അതൊരു ഹോപ്പായി മാറിയേനെ.